ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് ഉച്ചയ്ക്ക് 12 മണി അഥവാ പകൽ സമയം 12 മണി അല്ല, ഇത് രാത്രി 12 മണിക്കാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, എന്തിനാണ് ഈ ഒരു 12 മണിക്ക് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട് ദാസ. ഈ ഒരു ടൈമിൽ വീഡിയോ എടുക്കാനുള്ള കാരണം ഞാൻ വ്യക്തമാക്കാൻ പോകുകയാണ്. അതായത് കഴിഞ്ഞ വ്ളോഗ്, അതായത് നമ്മൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് നമ്മുടെ റിസപ്ഷൻ വ്ളോഗിനകത്ത് ഞാൻ ക്യാപ്ഷൻ കൊടുത്തു, എന്നിട്ട് അമ്മ ആണ് ഗൈസ്. അതുപോലെ തന്നെ ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം, വീഡിയോയുടെ ഉള്ളിൽ അനുവും കൂടെ പറയുന്നുണ്ട് അമ്മ ഇപ്പം ഭയങ്കര കുറച്ച് ദിവസമായിട്ട് ആണ്. മീൻസ് ഓവർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ റീസൺ ഒരു വ്ളോഗായിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു റീസൺ പറയുന്ന ഒരു വ്ളോഗാണ് ഇത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ റീസൺ ഫോർ ഓവർ എക്സൈറ്റ്മെൻറ്റ്, അഥവാ അമ്മ എന്തിന് ഓവർ എക്സൈറ്റ്മെൻറ്റ് ആണ്, എന്തുകൊണ്ട്. അപ്പോൾ നമുക്ക് റീസൺ ഫോർ ഓവർ എക്സൈറ്റ്മെൻറ്റ് അറിയണ്ട എന്താന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു ടൈമിൽ വീഡിയോ ഷൂട്ട് ചെയ്തതിന് റീസൺ എന്തെന്ന് വെച്ചാൽ, ഞാനും അനുവും ചുറ്റുപൊന്നാനും അനിക്കുട്ടിയും കൂടെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി പോവാണ്. കുറച്ച് ദൂരയാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ദൂരയാത്ര പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുങ്ങണ്ടേ. ഞാൻ ഒരുങ്ങാൻ വേണ്ടി പോവാ. ദൂരയാത്ര പോകുന്നത് പറഞ്ഞ് ഉറങ്ങുന്ന ഒരാളാണ് അമ്മ. കള്ള ഉറക്കം. ഞാൻ എൻ്റെ ചുറ്റുപൊന്നാനെ പൊക്കിയെടുത്തിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് ഒരുങ്ങാൻ പോവാം, ഇവർ വേണേ ഒരുങ്ങട്ടോ. പോവാം. എവിടെ പോവാ? നമ്മള് ദൂരയാത്രയ്ക്ക് നമ്മളൊരു ദൂരയാത്രയ്ക്ക് പോവുകയാണ്. അതിനൊന്നുമില്ല, ഒരുങ്ങാൻ പോവുക. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുങ്ങാം. മറ്റേ മൂത്ത കൊച്ചുമോളെന്തിയേ? കൊച്ചുമോള് കിടക്കുന്നു, എഴുന്നേക്കും. നമുക്ക് അപ്പുറത്ത് റൂം തുറക്കാം, കാരണം എൻ്റെ അമ്മൂമ്മയുടെയും ഡ്രസ്സൊക്കെ ഇരിക്കണം അപ്പുറത്തെ റൂമിൽ. അങ്ങനെ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി വേണ്ട അപ്പുറത്തെ റൂം. താക്കോലെടുക്കാനാണോ വന്ന? പ്രേതം നിൽക്കുന്നു. താക്കോലെടുക്കാനാണോ വന്നേ? അപ്പൊ ഞാനും എൻ്റെ ചുറ്റുപൊന്നാനും കൂടെ റൂം തുറക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നു. എനിക്ക് ഗൈസ് വിശക്കുന്നു. അപ്പം അമ്മ പറഞ്ഞു ഒന്നുമില്ല കഴിക്കാനൊന്നും. അപ്പോൾ ഞാൻ ഭയങ്കര സ്റ്റൈലിഷ് ഉടുപ്പൊന്നും അല്ല ഇടുന്നത്, ജസ്റ്റ് ഒരു ജീൻസും ടോപ്പ് പോലെ വല്ലതും അങ്ങനെ ഇടാന്നാണ് വിചാരിക്കുന്നത്. സിമ്പിൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അനു ഉറങ്ങി. നീയാൾ ഉറങ്ങിയായിരുന്നോടെ? പിന്നെ ഡീപ് സ്ലീപ്പ് ആയി പോകും. ഉറങ്ങിയില്ല. നീ ഉറങ്ങിയായിരുന്നോ? ഞാൻ ഫോൺ നോക്കി കിടന്നു. ഞാനും ഫോൺ നോക്കി ഉറങ്ങി പോയാൽ പിന്നെ പാടായി. മൈ ഔട്ട്ഫിറ്റ് ഞാനും അനു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേടെ. ഇങ്ങോട്ട് വാ. ഔട്ട്ഫിറ്റാണ് പ്ലാൻ ചെയ്തത്, പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. എൻ്റെ ഇത് അവളെ എക്സ്പ്രഷൻ നോക്കി ഗൈസ്. അവളെ എക്സ്പ്രഷൻ കാണിയിട്ട് നേരത്തെ കാണിച്ചത് കുരുപ്പ്. നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ. എന്നെ കണ്ട് മടുത്ത് കാണും എല്ലാവരും. മോയ്സ്ചറൈസർ ഫോൺസ് ഇട്ടോ? എനിക്ക് താ. എല്ലാം അങ്ങ് എടുത്തങ്ങ് വെക്കും. രാത്രി ഞാൻ സൺസ്ക്രീൻ ഇടുന്നില്ല. നമ്മൾ മാമ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീം ആണ് ഇടുന്നത്. ഞാൻ ഫോൺസ്, എനിക്കത് മതി. ഇത് കുട്ടിയാ, നിറച്ച് ഉമ്മാതാ കുട്ടിയാ. ഫേസ് ക്രീം ഇടുന്നത് കുട്ടിയാന്ന് പറയുന്ന ആൾക്കാർക്ക് അത്രയും വിവരമുള്ളതെന്നാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. അഞ്ജുവിന്റെ ഷോർട്സിന് കമന്റ് ചെയ്ത്. എന്ത് കമന്റ് ചെയ്ത് അഞ്ജു? എന്റെ മുഖം കാണാൻ കൊള്ളത്ത് തീരെ ഇഷ്ടമല്ല. നമുക്ക് നമ്മളാരും ഇഷ്ടപ്പെടാൻ പറഞ്ഞില്ല. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞു എന്നെ ഇഷ്ടപ്പെടാൻ? എല്ലാവരും ഇഷ്ടം നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇപ്പം നാട്ടുകാരെ കൺവിൻസ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത്. സോ ഇന്ന് ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട് തോന്നുന്നു. എനിക്ക് എപ്പോഴും എവിടെയെങ്കിലും പോകണമെങ്കിൽ ഹെയർ സ്റ്റൈൽ എന്ത് ചെയ്യണമെന്ന് ഭയങ്കര ഡൗട്ടാണ്. രാവിലെ എഴുന്നേറ്റ് ഇത് തുമ്മുന്ന്. ഓക്കെ ഗൈസ്, ഫൈനലി ഞാൻ റെഡി ആയിട്ടുണ്ട്. റെഡി ആയതിന് ശേഷം തുമ്മിക്കൊണ്ടിരിക്കുന്നു. അമ്മൂമ്മ സാരി ഉടുക്കുന്നു. അനിക്കുട്ടി അവിടെ
റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പുറത്തെ റൂമിൽ. ഗൈസ് ഇപ്പം സമയത്ത് 12:30, ഷാർപ്പ് 12:30. എനിക്കും അനുവിനും വിശന്നു ഗൈസ്. അപ്പം ഞങ്ങൾ വിചാരിച്ച് പഴം കഴിക്കാമെന്ന്. ഈ ഞാലിപ്പൂവൻ പഴം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ച് ഫ്രൂട്ട്സ് പെട്ടിയിൽ പോയി തപ്പിയപ്പോൾ അമ്മ ചതിച്ചു. അമ്മയെല്ലാം തിന്നു. അമ്മയ്ക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കും ഇവിടെ എന്തായാലും. എനിവേയ്സ് ഞങ്ങളൊരു മുസമ്പി കട്ട് ചെയ്ത്, ഞങ്ങളല്ല അനു മുസമ്പി കട്ട് ചെയ്ത്, അനുവിൻ്റെ മുസമ്പിന്ന് എനിക്ക് ഒരു പീസ് തന്നു. ചിച്ചു എവിടെ പോകുന്നു? വെള്ളമൊക്കെ പൊക്കിക്കോട്ടെ. അങ്ങനെയാണ് ഇത്. നമുക്ക് കാറിൽ കയറിയിട്ട് വേണം നമ്മളെ പ്രോ ഡ്രൈവർ ഇപ്പോൾ വണ്ടി എടുക്കുന്നതായിരിക്കും. ഞാനല്ലേ കണ്ണെല്ലാം താണിരിക്കുന്നു, ഉറക്കം വരുന്നെന്ന് തോന്നുന്നു. അല്ല തുമ്മല രാവിലെ അല്ലേ ഇപ്പം. ഓക്കെ ഗൈസ് നമുക്ക് ഇറങ്ങാം. ഗൈസ് മുഖത്തല അമ്പലം കേട്ടോ, ജന്മാഷ്ടമി ആയിരുന്നു. അതിന്റെ ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ സൈഡില്. ഗൈസ് അപ്പൊ നമ്മള് ആറ്റിക്കലായോ? ആറ്റിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ എങ്ങോട്ടാ പോകുന്ന? ഓക്കെ ഗൈസ് നമ്മൾ കഴക്കൂട്ടം എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി റോഡൊക്കെ കഴിഞ്ഞ കേട്ടാ. ആ ബ്രിഡ്ജിൻ്റെ ഈ പെണ്ണ് എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ആ സമയത്തൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഗൈസ് അപ്പൊ നമ്മുടെ ഓയിന്ന് വിളിക്കാനുള്ള ഒരു കാര്യം ഇപ്പൊ അങ്ങോട്ട് നമ്മളതായിട്ട് റിവീൽ ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ. നമ്മളിവിടെ അപ്പൊ നമ്മള് ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. നിങ്ങൾ പ്ലേസ് ഒന്ന് കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ദ റീസൺ. ഇപ്പൊ കുറച്ച് നമ്മൾ ഇപ്പൊ ഈ ഓട്ടോക്കാരനെ ഓവർടേക്ക് നമ്മൾ അങ്ങ് പോകും. അപ്പൊ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് സ്പീഡായിട്ട് നമ്മൾ പോകാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. കുറെ പേർക്കൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഫെമിലിയർ ആയിരിക്കില്ലേ? ഇനി എല്ലാരും നോക്കൂ നമ്മുടെ ഓയിക്കുള്ള റീസൺ എന്താന്ന് നോക്കൂ. ഉറങ്ങിപ്പോകാതെ കനവിൽ கூட காவல் செய்யும் கடமை மறவாது. ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അനു തലേന്ന് പോയി സർവീസൊക്കെ ചെയ്ത കാറ് ഇതാ കിടക്കുന്നു ഇപ്പൊ ഇങ്ങനെ. ആവശ്യവും ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ അഴുക്കായി. സർവീസ് ചെയ്തതിന് മുന്നേ എനിക്ക് ഇത്ര അഴുക്കില്ലായിരുന്നു. 2:15 ലാൻഡിങ് ടൈം. പക്ഷെ ഇപ്പൊ തന്നെ നമ്മള് വന്നപ്പോ സെക്യൂരിറ്റി ഇവിടെ പക്ഷെ ഒരു ബോർഡ് ഇപ്പം കുവൈറ്റ് എയർവേസ് സെക്യൂരിറ്റി ചെക്ക് എന്നൊക്കെ എഴുതിയിട്ടേക്കുന്നു. ഇങ്ങോട്ട് നോക്ക്. ഓയ് എക്സൈറ്റഡ് ആണോ കൊച്ചു? ഓയ് എക്സൈറ്റഡ് ആണോ? ഒരുപാട് എക്സൈറ്റഡാ. എന്തിനാ? നിങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴിങ്ങനായിരുന്നോ? ഈ വഴി കൂടെ എക്സിറ്റ് ആയത്? അവിടെ ട്രോളിയുടെ വഴി കൂടെ ഞങ്ങൾ കയറിപ്പോയായിരുന്നു. കഴിഞ്ഞ വർഷം അച്ഛൻ പഠിക്കാൻ പോയത് ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു. എന്താ പിന്നെ നമ്മൾ അച്ഛൻ രണ്ടാമത് വന്ന സമയത്ത് അച്ഛൻ അന്ന് ഞാനല്ലേ വിളിക്കാൻ പോയത്. ഞാനില്ലാതെ ഇവർക്ക് പോകാൻ പറ്റും. പിന്നെ തോന്നല വേറെ തോന്നൽ. നോക്ക് അതുകൊണ്ട് ഗൈസ് കുവൈറ്റ് എയർവേസ് എന്ന് പറയുന്നൊരു ഫ്ലൈറ്റിലാണ് അച്ഛൻ വരുന്നത്. അപ്പം കുവൈറ്റ് ഫസ്റ്റ് കിടക്കുന്നത് ആണ്. കണ്ടാ എത്തി ഗൈസ്. ഇനി എന്താ പ്രോസസ്സൊക്കെ ഇല്ലേ? സെക്യൂരിറ്റി ചെക്ക് നേരത്തെ എഴുതി കാണിച്ചപ്പോൾ വേറെ എന്തെങ്കിലും അമ്മ പറഞ്ഞു സെക്യൂരിറ്റി. അതാണ്ട് അറൈവ്ഡ് ഗൈസ്. എത്ര മണിക്ക് എത്തി? 2 മണിക്ക് എത്തി. 2:15 ഫ്ലൈറ്റ് എത്തി. അറൈവ്ഡ്. നമ്മുടെ ഡാഡിക്കൂളിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ബാഗിൽ പോയിരിക്കുക. അപ്പോൾ അതേ നമ്മുടെ അച്ഛൻ ആ വഴി ഇറങ്ങി വരും. ഓക്കെ, അവിടെ ഇറങ്ങി വരും. 21 എക്സിറ്റിൽ നിന്ന് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അച്ഛൻ വന്നിട്ടില്ല.
ഗൈസ് അപ്പം അവിടെ നിന്ന് ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കൂടുന്നു. ഇനി ഒരു വട്ടം കൂടെ പറഞ്ഞാൽ അമ്മ നിന്നെ അടിക്കുമല്ലോ. അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ലഗേജ് കിട്ടാൻ മേ ബി ടൈം എടുക്കും. ഇവിടെ ഇരുന്ന് തുമ്മുന്നു. ഉള്ളത് പറയാൻ എനിക്ക് ഉറക്കം വരുന്നു. കോട്ട് ഇട്ടോണ്ടിരിക്കുന്നു. ഇതുവരെ വന്നില്ല. വെയിറ്റ് ചെയ്യാം. തലവേദന എടുക്കുന്നു ചെറുതായിട്ട് എനിക്ക്. 2:50 ഇതുവരെ വന്നില്ല. ഒരു മണിക്കൂർ കൊണ്ട് എത്തി. വെറുതെ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ട്രിവാൻഡ്രം എത്തി കേട്ടോ. ഇപ്പം അതേ മഴ. ഇല്ലില്ല, മഴ പൊടിക്കുന്നുണ്ട്. ഇപ്പൊ വരുമോ എന്തോ. ഞങ്ങള് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഒത്തിരി പേര് വന്നു കേട്ടോ എക്സിറ്റ് ചെയ്ത്. സജ്ജ മാത്രം വന്നു. തിരുമ്പി വന്നാച്ച് നമ്മൾ. അയ്യോ, അമ്മായിമ്മ കംപ്ലൈന്റ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഡ്രൈവർ വന്നു. ഓയ് തീർന്ന്. പോയി തീർന്ന്. നമ്മൾ തിരിച്ച് ലഗേജൊക്കെ കൊണ്ട് കാറിൽ പോകുന്നു. കറക്റ്റ് 3 മണിയായപ്പോൾ നമ്മൾ അച്ഛൻ വന്നിട്ട് എന്തുവാ കാറും കൊണ്ട് അങ്ങോട്ട് പോവാട്ടോ. ഇവിടെ ഇത്രയും മഴയാ, ഭയങ്കര മഴ. അപ്പം ലഗേജ് ട്രോളി എല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചങ്ങോട്ട് മഴ കൊണ്ടാ എന്താ. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് കൊണ്ട് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു നാഷണൽ ഫ്ലാഗ്, ഭയങ്കര വലിയൊരു നാഷണൽ ഫ്ലാഗാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ വേണ്ട നമ്മൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് നേരെ പോവാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അനുവും അച്ഛനും കൂടി ഇരുന്നങ്ങ് വീഡിയോയിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ എവിടെയോ എത്തിയപ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പും ഉറക്കം വരുന്ന തലവേദന, അങ്ങനെ അച്ഛനൊക്കെ ഭയങ്കര ദാഹമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ചായക്കട നിർത്തി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ്റെ ഡ്രൈവിംഗ് കണ്ട് ഇംപ്രസ്ഡ് ആയിട്ടിരിക്കും. അച്ഛനെ മോളെ മഴക്കായിരുന്നു ഇപ്പൊ ഇത്ര നേരം വരെ. അതെ, ഈ നമ്മളെക്കാളും ഒരാളെ നല്ലപോലെ പെർഫോം ചെയ്യാൻ ചിലർക്കൊരു ഇതാ അസൂയ. പിന്നെ നാട്ടിൽ വന്നിട്ട് എന്തോ പരിപാടി? ഫസ്റ്റ് ഇതിന്റെ വള ഊരുവായിരുന്നു. ഊരി എടുത്ത് അപ്പുറത്തെ മതിലിനപ്പുറത്ത് കളയ. പള്ളിപ്പുറം ഈ അനുവിനടുത്ത് ഒരു ചായക്കട നിർത്താൻ പറഞ്ഞപ്പോ അനു നിർത്തുന്നില്ല. തലവേദന എടുത്തിട്ട് വയ്യ. അതങ്ങനെ അങ്ങ് പറപ്പിക്കുമായിട്ട്. എനിക്ക് എത്ര വേണ്ടത് വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം ഉറങ്ങണം. നീ ഇവിടെ ഈ ബോട്ടിക്കകത്ത് ഉറങ്ങിക്കോ. എല്ലാരും കേട്ട് ചിരിക്കും, നല്ല തമാശ. നീ വണ്ടി ഓടിക്കുമ്പോഴ്
കൈ കൊട്ടുക, ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ശരിയാക്കി തരാം. വാ കൊണ്ട് വരുമ്പോ വന്ന് എന്താ പരിപാടി കിട്ടു? നാളെ എഴുന്നേക്കുക, ഇഡ്ഡലി സാമ്പാറും വെക്കുക. ചുറ്റു എന്താ പരിപാടി? വരുമ്പോ വന്നതിന് ശേഷം ഹാപ്പിയാണോ? അപ്പൊ നമ്മളൊരു ചായക്കടക്കം ഹോട്ടൽ അങ്ങനത്തെ ഒരു സംഭവത്തിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിശക്കുന്നു, തലവേദന എടുക്കുന്നു. ഹാൻഡ് ബ്രേക്ക് ഇടുന്ന സമയത്തെ ബ്രേക്ക് ചവിട്ടി ന്യൂട്രലി ആക്കണം. അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പാർക്കിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഗിയർ. അപ്പൊ ഗായ്സ് നമ്മുടെ ഡാഡിക്കോൾ പോയിട്ടുണ്ട് ചായക്ക്. എല്ലാവർക്കും ചായ മേടിക്കും. എല്ലാവർക്കും ചായ വന്നു. എങ്ങനുണ്ട്? കുടിച്ചില്ല. ചുച്ചോ ചൂട് ചായ. അച്ഛൻ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട്. ആ എനിക്ക് വേണ്ടത് വേറെന്തേലും. ഇതെല്ലാം സുഖം, ഇഷ്ടമല്ലേ സാധനം. എരിയുള്ളതല്ലോ. ചായയും നല്ല ചൂട് ചായ ഗൈസ്. ചൂട് ചായ നല്ല തണുത്തു. ഇവര് സുഖിയനാ കഴിച്ചേ. അമ്മയും നീയും അല്ല, അച്ഛനും അനുവും സുഖിയും കഴിച്ച് ഞങ്ങളെല്ലാരും ഉഴുന്നവട. തണുത്ത ഉഴുന്നവടയാണെങ്കിലും ടേസ്റ്റ് ഉണ്ട്. അത് നമ്മൾ നേരെ വീട്ടിൽ പോകും. ഒരു 4:48 നമ്മൾ വീടെത്തി. അങ്ങനെ നമ്മുടെ സ്വർഗരാജ്യത്തിലെത്തി ഗൈസ്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഇതായിരുന്നു. ലഗേജൊക്കെ എടുത്ത് വെളിയിൽ വെക്കും കേട്ടോ. സോ ഗൈസ് നമ്മൾ വീടെത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോന്നു? ഉറങ്ങാൻ പോന്നു. ഞാൻ കാറിൽ നിന്ന് കുറച്ച് ഉറങ്ങി. സമയം 5 മണി ആയതേ ഉള്ളൂ. അപ്പൊ എനിവേസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും അച്ഛനുമായിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ബൈ.